ഞങ്ങളെ തെങ്ങൻ താണ്ട കൊണ്ട് പിക്ക് ചെയ്തിട്ട് ഇസ് പ്ലേസ് നെയിം സാലോ ടവറിലേക്ക് കൊണ്ടുവന്നേക്കാണ് ഗൈസ്. എന്ത് രസമല്ലേ? യോ അതാരത് ഗൈസ്? ഇയർ 5 നിൽക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. അടുത്ത് വന്ന് ഇതിനെ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ചപ്പോ ഇതിന് എവിടെയോ ഒരു ലുട്ടാപ്പിയുടെ ആരോ ആയിട്ടൊരു ബന്ധം തോന്നണില്ലേ? ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. എവിടെയോ എന്തോ ഒരു ലുട്ടാപ്പി ബന്ധം തോന്നില്ലേ നിങ്ങൾക്ക്? അമ്പലത്തിനകത്ത് കയറാൻ പക്ഷേ ബുദ്ധിസ്റ്റ് ആക്കി ഗൈസ്. ശരിക്കും ഇത് കാണാൻ നമ്മുടെ അവിടത്തെ പോലെ ഒരു ഫീല് സമാധാനമൊക്കെ കൊണ്ടുവിടാം. ഞാൻ കണ്ടു ആരാണെന്ന സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഒരു പക്ഷെ നിങ്ങൾ എന്നോട് അസൂയപ്പെട്ടേക്കും കേട്ടോ. അമ്പോ, അങ്ങ് ദൂരേക്ക് നോക്കി, ആകാശമൊക്കെ നോക്കി, നീലാകാശ താഴ്വരകളിൽ ആ കൊടുമുടികളുടെ സൗണ്ട്. ഈ ലാഫിംഗ് ബുദ്ധയുടെ കാര്യം ഇപ്പൊ തെങ്ങൻ പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാഫിംഗ് ബുദ്ധയുടെ ചെവിയൊക്കെ വലുതായിരിക്കുന്നുണ്ട. ശരിക്കും പറഞ്ഞാൽ ലാഫിംഗ് ബുദ്ധ ആൾക്കാരുടെ വിഷമങ്ങളും ദേഷ്യവും എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ചെവി കൂടെ കേട്ടിട്ട് വയറ് സ്റ്റോറി. അപ്പോ പുള്ളിക്കാരൻ്റെ അടുത്ത് ചെവിയിൽ ഇങ്ങനെ രസങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരുടെ മനസ്സും ലൈറ്റ് ആവും. അതുകൊണ്ടാണ് ലാഫിംഗ് ബുദ്ധ ഇത്ര വലിപ്പത്തിലിരിക്കണമെന്ന് എന്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇരിക്കണത്. ഞാൻ പറഞ്ഞു ഫുഡ് തിന്നത്. നമ്മൾ അവിടത്തെ സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. 50,000 ഡോങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫോട്ടോ നമുക്ക് എടുത്തപ്പോ പ്രിന്റ് ചെയ്ത് ഈ മാമനാണ് എടുത്തു തരുന്നത്. ഓക്കെ ഗൈസ്, ഇവിടെ നിർത്തി അന്ന ഫോട്ടോ എടുത്ത് കൊള്ളാവോടാ? കൊള്ളാവോ? എവിടെ തണ്ണിക്കൊള്ളവാടാ? അവിടെ. അയ്യോ ഹായ്, പ്രിന്റ് ഔട്ട് തരോ? അല്ല പ്ലീസ്. അത് ലോക്കൽ ഫോട്ടോഗ്രാഫർ. ഐ ലവ് ലോക്കൽ ഫോട്ടോഗ്രാഫർ. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ.